വെൽക്കം എവ്രി വൺ. ഇന്ന് നമ്മൾ SSLC കെമിസ്ട്രിയിലത്തെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, അതായത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് 30 മിനിറ്റിൽ നമുക്കതിലത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. സോ വാച്ച് ദിസ് വിത്തൗട്ട് ഫെയിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ടോപ്പിക്സിലത്തേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്സ് നമുക്കൊന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ വിത്ത് ദാറ്റ്. ഇപ്പോൾ നമ്മുടെ SSLC 10th ക്ലാസ്സിലത്തെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ബോർ ആറ്റം മോഡൽ. അപ്പോൾ ബോർ ആറ്റം മോഡൽ പ്രകാരം ഇലക്ട്രോൺസ് നമ്മൾ ഡിഫറെൻറ്റ് ഷെല്ലിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഷെല്ലിൻ്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുമ്പോൾ അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഷെല്ലും, അതായത് ഇപ്പോൾ K ഷെൽ, L ഷെൽ, ഇതൊക്കെ മെയിൻ എനർജി ലെവൽസാണ്. ഇത് നമുക്ക് പിന്നീട് സബ് ഷെൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ സബ് ഷെൽസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കെയിൽ നമുക്ക് ഒറ്റ സബ് ഷെല്ലേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് S. പക്ഷേ Lലാണെങ്കിലോ L is equal to 2, സോ നമുക്ക് S ഉണ്ട്, P ഉണ്ട്, നമുക്ക് 2 സബ് ഷെൽസ് ഉണ്ട്. M ആണെങ്കിൽ M is equal to 3, സോ S, P, D ഉണ്ട്. സോ എങ്ങനെയാണ് സബ് ഷെല്ലിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് സബ് ഷെൽ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ദ മെയിൻ ഷെൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിഫറെൻറ്റ് സബ് ഷെൽ കിട്ടി. അപ്പോൾ ഈ സബ് ഷെല്ലിൽ തന്നെ നമുക്ക് there are some regions where ഇലക്ട്രോൺ നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റിയിൽ കാണാൻ പറ്റും. ആൻഡ് ആ റീജിയൻസിന് വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അപ്പോൾ S സബ് ഷെല്ലിൽ നമുക്ക് ഒറ്റ ഓർബിറ്റേ ഉള്ളൂ. ആൻഡ് Pയിലാണെങ്കിലോ നമുക്ക് 3 ഓർബിറ്റ് ഉണ്ട്. Dയിലാണെങ്കിൽ 5, Fലാണെങ്കിൽ 7 ഓർബിറ്റും ഉണ്ട്. ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോണേ പറ്റുള്ളൂ. അപ്പോൾ S സബ് ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. Pയിലോ നമുക്ക് 3 into 2, സോ Pയിൽ നമുക്ക് 6 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. D നമുക്ക് 10 ഇലക്ട്രോൺസ് ഉണ്ട്. Fലാണെങ്കിൽ 14 ഇലക്ട്രോൺസും പോസിബിൾ ആണ്. ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? അതിനൊരു ഫോർമുലുണ്ട്. ഒരു ഷെല്ലിലത്തെ ഇലക്ട്രോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 2n². ഇവിടെ എന്ന് പറയണത് ഇറ്റ്സ് എ നമ്പർ ഓഫ് ഷെൽ. ഇപ്പോൾ K ആണെങ്കിൽ n is equal to 1, സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 2 into 1² വിച്ച് ഇസ് ഈക്വൽ ടു 2. ഇതിപ്പോൾ L ആണെങ്കിൽ Lൻ്റെ വാല്യൂ 2 ആണ്, സോ 2 into 2² നമുക്ക് 8 കിട്ടും. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ ഇസ് 6. അപ്പോൾ കാർബണിൻ്റെ എങ്ങനെ നമ്മൾ കോൺഫിഗറേഷൻ എഴുതുക? കാർബണിൻ്റെ കോൺഫിഗറേഷൻ ഇസ് 2. ഓക്കെ, ഇനി 4 ബാക്കിയുണ്ട്, സോ വി ക്യാൻ റൈറ്റ് 2 and 4. ഇതിൽ ഫസ്റ്റ് ഷെൽ K ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്ത ഷെല്ലായ Lൽ നമുക്ക് സബ് ഷെല്ലായ Lൽ നമുക്ക് 4 ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഈ Kയിലത്തെ നമുക്ക് 1s2, കാരണം Kയിൽ ഒറ്റ സബ് ഷെല്ലേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് S. Sൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ഫിൽ ചെയ്തു. അടുത്ത് നമുക്ക് Lൽ നമുക്ക് 2 സബ് ഷെൽസ് ഉണ്ട്, Sഉം ഉണ്ട്, Pയും ഉണ്ട്. സോ 2s2. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 2 നമ്മൾ ഇവിടെ എടുത്തു. അപ്പോൾ ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 2 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. സോ വി റൈറ്റ് 2p2. ഇങ്ങനെയാണ് നമ്മൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്തുക. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ആറ്റംസിൻ്റെയും അഥവാ എലിമെൻസിൻ്റെയും നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. സോ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി എടുക്കാം, ആൻഡ് ദാറ്റ് ഈസ് പൊട്ടാഷ്യം. പൊട്ടാഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇസ് 90. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് 2881, അതായത് K, L, M and N. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ ഒരു ഇലക്ട്രോൺ മാത്രം എന്നിലേക്ക് പോകുന്നു? നമുക്ക് എമ്മിൽ ശരിക്കും 18 ഇലക്ട്രോൺസ് ഫിൽ ആവാൻ പറ്റില്ലേ? അത് എന്തുകൊണ്ടാണ് ഒരു ഇലക്ട്രോൺ എന്നിലേക്ക് പോകുന്നത്? സോ ഇവിടെയാണ് നമ്മളൊരു എനർജി ഡയഗ്രാം പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ എനർജി ഡയഗ്രാം. ഈ എനർജി ഡയഗ്രാം ഫോളോ ചെയ്യുന്ന ഒരു റൂളാണ് L+N റൂൾ. അതായത് എൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെൽ, L ഇസ് ഈക്വൽ ടു സബ് ഷെൽ. അപ്പോൾ ഇവിടെ 1s എന്ന് പറയുമ്പോൾ ഇവിടെ n+Lൻ്റെ വാല്യൂ ഇറ്റ് ഈസ് 1, S is equal to 0, P is equal to 1, D is equal to 2, and F is equal to 3. അപ്പോൾ ഇവിടെ 1 + 0 നമുക്ക് 1 കിട്ടും, 2 + 0 അഗെയിൻ 2, ഇവിടെ നമുക്ക് 3 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 4sലേക്കാണ് പോണത്, 3dയിലേക്കല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3p അതിൻ്റെ വാല്യൂ ഇസ് 4, 4sഉം 4 ആണ്. പക്ഷേ 3dയുടെ 5 ആയതുകൊണ്ട് ഇത് കൂടുതൽ എനർജി ഉണ്ട്. നമ്മൾ ഈ ഓർഡറിലാണ് പോകുക. അതുകൊണ്ടാണ് പൊട്ടാഷ്യത്തിൻ്റെ
നമ്മൾ അടുത്ത ഇലക്ട്രോൺ 4th ഷെല്ലിലേക്ക് പോണത്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു 3rd ഷെല്ലിൽ തന്നെ വേറൊരു സബ് ഷെല്ലിലേക്ക് പോകുന്നതിന് പകരം അത് 4th ഷെല്ലിലേക്കാണ് പോവുക. അത് എനർജി ലെവൽ ഡയഗ്രാം അനുസരിച്ചിട്ടാണ്. സോ ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാ എലിമെൻസിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. സോ പൊട്ടാഷ്യം എന്താണ്? 2881. ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. പൊട്ടാഷ്യം ഈസ് ഈക്വൽ ടു ആർഗൺ 4s1. അപ്പോൾ ഈ പൊട്ടാഷ്യത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നത് എവിടെയാണ്? എസ് സബ് ഷെല്ലിലേക്ക്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദിസ്, അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്കാണോ അല്ലെങ്കിൽ ഏത് സബ് ഷെല്ലിലേക്കാണോ എൻട്രി ചെയ്യണത് അനുസരിച്ചിട്ടാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഡിഫറെൻറ്റ് ബ്ലോക്സ് ഉള്ളത്. സോ ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. നമുക്കിതിൽ 7 പീരിയഡ്സും ഉണ്ട് ആൻഡ് 18 ഗ്രൂപ്പ്സും ഉണ്ട്. ഈ ഗ്രൂപ്പ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ എസ് ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഇവിടെ ഡി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പോൾ എങ്ങനെ എസ് പി ഡി എഫ് ബ്ലോക്സ് വരുന്നത്? ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു എലിമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലേക്കാണോ എൻട്രി ചെയ്യണമെന്ന് വെച്ചാൽ അതാവും അതിൻ്റെ ബ്ലോക്ക്. അപ്പോൾ നമ്മളെങ്ങനെ പീരീഡ് കണ്ടുപിടിക്കാം? പീരിയഡ് എന്ന് പറയുന്നത് ഏതൊരു എലിമെൻറ്റിൻ്റെയും ലാസ്റ്റ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണോ അതാണ് അതിൻ്റെ പീരിയഡ് നമ്പർ. ഇപ്പോൾ നമ്മൾ സോഡിയം എടുക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 1s2, 2s2, 2p6, 3s1. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സോഡിയത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യണത് അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇലക്ട്രോൺ എൻട്രി ചെയ്യണത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? 3rd ഷെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് ആക്ച്വലി ഇറ്റ് ഇസ് 3rd പീരീഡ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്കോ അത് എസ് ബ്ലോക്കാണ്, കാരണം ഇതിൽ അവസാനത്തെ ഇലക്ട്രോൺ എൻട്രി ചെയ്യണത് എസ് സബ് ഷെല്ലിലേക്കാണ്. സോ ഇങ്ങനെ ഡിപ്പെൻഡിങ് നമുക്ക് അതിൻ്റെ പീരീഡും ഗ്രൂപ്പും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതേപോലെ തന്നെ ബ്ലോക്കും. സോ നമുക്കടുത്ത് ഓരോ ബ്ലോക്കായി ഫസ്റ്റ് നമുക്ക് എസ് ബ്ലോക്ക് നോക്കാം. അപ്പോൾ എസ് ബ്ലോക്കിൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇറ്റ്സ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് സബ് ഷെൽ. ഇപ്പോൾ നമ്മൾ സോഡിയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 3s1. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ വാലൻസ് സബ് ഷെല്ലുള്ളത്? ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഇസ് 1. ഇതിപ്പോൾ മാഗ്നീഷ്യം ആണെങ്കിലോ അതിൽ വരിക 3s2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 2. സോ എസ് ബ്ലോക്കിലത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് സബ് ഷെൽ. അപ്പോൾ എസ് ബ്ലോക്കിലത്തെ എലിമെൻസിൻ്റെ അയണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും വളരെ കുറവായിരിക്കും, കാരണം ഇത് പൊതുവേ മെറ്റൽസ് ആണ്. ആൻഡ് ഈ പറയുന്ന അയണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഡൗൺ ദ ഗ്രൂപ്പ് അത് ഡിക്രീസ് ചെയ്യുക. ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ ഇത് രണ്ടും ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മെറ്റാലിക് ക്യാരക്ടർ അടിയിലോട്ട് പോകുന്നതോറും കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് റിയാക്ടിവിറ്റി ഓൾസോ. അപ്പോൾ ഈ പറയുന്ന എലിമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 4s1 അല്ലെങ്കിൽ 4s2 ഇതൊക്കെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ എന്നുണ്ടെങ്കിൽ തന്നെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്താൽ മാത്രം മതി. സോ ദി ലൂസ് ഇലക്ട്രോൺസ് ഡ്യൂറിങ് കെമിക്കൽ കോമ്പിനേഷൻ ടു ഫോം അയോണിക് കമ്പൗണ്ട്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഫോം അയോണിക് കമ്പൗണ്ട്സ്. ഇതിൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ബേസിക് ആണ്, കാരണം ഈ പറയുന്ന എലിമെൻറ്റ്സ് ഒക്കെ മെറ്റാലിക് ക്യാരക്ടേഴ്സ് ഉള്ള എലിമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ അറ്റോമിക് റേഡിയ നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പ് മൂവ് ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യും. അലോങ് ദ പീരീഡും ഈ പറയുന്ന എസ് ബ്ലോക്ക് എലിമെൻസിൻ്റെ റേഡിയ ആണ് ഏറ്റവും വലുത്, കാരണം അലോങ് ദ പീരീഡ് മൂവ് ചെയ്യുമ്പോൾ അറ്റോമിക് റേഡിയ കുറഞ്ഞുകൊണ്ടിരിക്കും. ദ നെക്സ്റ്റ് ബ്ലോക്ക് ഇസ് ദ പി ബ്ലോക്ക്. പി ബ്ലോക്ക് ഇസ് എ ഹൈലി റിയാക്റ്റീവ് എലിമെൻറ്റ്സ്. ഇതിൽ നോൺ മെറ്റൽസും ഉണ്ട്, അതേപോലെ തന്നെ മെറ്റലോയിഡ്സും ഉണ്ട്, കുറച്ച് മെറ്റൽസും ഉണ്ട്. സോ ദേ ആർ നോൺ മെറ്റൽസ് മോസ്റ്റ്ലി. ആൻഡ് ഗ്രൂപ്പ് 17 ഇസ് എ ഹാലോജൻ കമ്പൗണ്ട്സ്. ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ചില എലിമെൻറ്റ്സ് ഉള്ള ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 17. അപ്പോൾ ആക്ച്വലി പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രൂപ്പ് 13 to 18. ഇത്രയും ഗ്രൂപ്പ്സാണ് പി ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നത് പി സബ് ഷെല്ലാണ്. ദീസ് എലിമെൻറ്റ്സ് അവർക്ക് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാം, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാം. അതായത് ഈ എലിമെൻറ്റ്സിന് ഇലക്ട്രോൺ ലൂസ് ചെയ്യുകയും ചെയ്യാം, ദേ കെൻ ഗെയിൻ ഇലക്ട്രോൺസ് ടു. സോ എങ്ങനെയാണ് നമ്മൾ പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം? ഗ്രൂപ്പ് നമ്പർ ഓഫ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് പി സബ് ഷെൽ പ്ലസ് 12. അത് എന്തുകൊണ്ടാണ് പ്ലസ് 12 വരാൻ കാരണം? നമുക്കിവിടെ 12 ഗ്രൂപ്പ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എൻട്രി ചെയ്യണത്. അപ്പോൾ ഈ 12 ഇലക്ട്രോൺസ് പ്ലസ് ബാലൻസ് പി സബ് ഷെല്ലുള്ള ഇലക്ട്രോൺ നമ്പർ. ഇപ്പോൾ നമ്മൾ കാർബണിൻ്റെ നോക്കുകയാണെങ്കിൽ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു? 1s2, 2s2, 2p2. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാർബണിൻ്റെ
പി സബ്ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, പക്ഷേ എൻ്റെ ഗ്രൂപ്പ് നമ്പർ 2 ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 12 + 2 = 14. സോ ഇത് ആക്ച്വലി 14th ഗ്രൂപ്പാണ് കാർബൺ ഫാമിലി. നൈട്രജൻ ആണെങ്കിലോ അത് 15th, ഇത് 16th ആൻഡ് ദിസ് ഇസ് 17th. ഈ 18th ഗ്രൂപ്പാണ് നോബിൾ ഗ്യാസസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് ആണ്. ഈ ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് പൊതുവേ നമ്മൾ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്നാണ് പറയുക. കാരണം ഇത് പി ബ്ലോക്കിനും എസ് ബ്ലോക്കിനും നടുവിലുള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഷോസ് ദ ട്രാൻസിഷൻ ഓഫ് ക്യാരക്ടർ. അപ്പോൾ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലിമെൻറ്റ്സ്. പക്ഷേ ഇതിൽ ചില എലിമെൻറ്റ്സ് ഇപ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്യുറി ഇതൊന്നും ആക്ച്വലി ട്രാൻസിഷൻ എലിമെൻറ്റ്സ് അല്ല. കാരണം ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന് വിളിക്കുന്ന പേരാണ് സ്യൂഡോ ട്രാൻസിഷൻ എലിമെൻറ്റ്സ്. ഇത് പൊതുവെ മെറ്റൽസ് ആണ്. ആൻഡ് ദെൻ ദേ ഷോ സിമിലാരിറ്റി ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ്. കാരണം അവരുടെ സൈസിലും അതേപോലെ തന്നെ ബാക്കിയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിലും വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ദേ ഷോ സിമിലാരിറ്റീസ്. ആൻഡ് ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കാരണം ഇതിൽ ഡി സബ് ഷെല്ലിൻ്റെയും എസ് ജസ്റ്റ് കഴിഞ്ഞിട്ടില്ല. അതായത് ഇപ്പോൾ 3Dയും 4Sഉം നമ്മൾ ഈ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ എനർജി ഗ്യാപ്പ് അധികമില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ എനർജി ലെവൽ. സോ അതുകൊണ്ട് തന്നെ വല്ല കെമിക്കൽ കോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് 2 സബ്ഷെൽസും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദേ ഫോം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മിക്ക കളേർഡ് കമ്പൗണ്ട്സും ഈ പറഞ്ഞ ഡി ബ്ലോക്ക് എലിമെൻസിൻ്റെ ആണ്. ഈ ഡി ബ്ലോക്ക് എലിമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇലക്ട്രോൺസ് ഇൻ ദ ഡി സബ്ഷെൽ പ്ലസ് ഇലക്ട്രോൺസ് ഇൻ എസ് സബ്ഷെൽ. സോ ഫോർ എക്സാമ്പിൾ സ്കാൻഡി എടുക്കുകയാണെങ്കിൽ സ്കാൻഡിയത്തിൻ്റെ വി ക്യാൻ ടേക്ക് ഇറ്റ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ സ്കാൻഡിയം. അപ്പോൾ ഈ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? വി ഹാവ് ആർഗൺ കഴിഞ്ഞിട്ട് വി ഹാവ് 4s2 3d1. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് സബ്ഷെൽ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി സബ്ഷെൽ. സോ 2 + 1 = 3. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്താണ്? 3rd ഗ്രൂപ്പാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലിമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഡി ബ്ലോക്കിൽ വരുന്ന ചില അനോമാലസ് പ്രോപ്പർട്ടീസാണ് നമ്മുടെ കോപ്പറും ക്രോമിയം. എന്താണ് കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും പ്രത്യേകത വെച്ചാൽ, നമ്മൾ ക്രോമിയം എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ ഇങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. പകരം ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ആർഗൺ കഴിഞ്ഞിട്ട് യു ഹാവ് 4s1 3d5. ഇപ്പോൾ കോപ്പർ ആണെങ്കിലോ കോപ്പറിൻ്റെ ഈ പറയുന്ന 2 അനോമാലസ് പ്രോപ്പർട്ടീസിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പാർഷ്യലി ഫിൽഡും ഇത് കംപ്ലീറ്റ്ലി ഫിൽഡും ആയിട്ടുള്ള ഡി സബ്ഷെലാണ്. ആൻഡ് ഈ പാർഷ്യലി ഫിൽ ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽ ഡി സബ്ഷെൽ അത് കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഈ 2 എലിമെൻറ്റ്സും കോപ്പറും ക്രോമിയവും അതിൻ്റെ എസ് സബ്ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലീറ്റിംഗ് ഇറ്റ് ടു 2 അത് ഡയറക്റ്റ് ഒരു ഇലക്ട്രോൺ ഡിയിലേക്കാണ് ജമ്പ് ചെയ്യുക. നമ്മുടെ അവസാനത്തെ ബ്ലോക്കാണ് എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്ക് ഇപ്പോൾ നിങ്ങൾ ടേബിൾ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. പകരം ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ അടിയിലായിട്ടാണത് കൊടുത്തിട്ടുള്ളത്. 14 എലിമെൻറ്റ്സ് ആണ് ഇവിടെ ലാന്തനം സീരീസിലും ആക്ടിനം സീരീസിലുമായിട്ട് ഉള്ളത്. ഇതിനാണ് നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് അഥവാ എഫ് ബ്ലോക്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഈ എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നത് എഫ് സബ്ഷെല്ലാണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ഇതിൽ നമുക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. ആൻഡ് മിക്ക ആക്ടിനോയിഡ്സും റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിലത്തെ മോസ്റ്റ് ഓഫ് ദി എലിമെൻറ്റ്സ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡും ആണ്. ഇപ്പോൾ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ഇതൊക്കെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യണ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യണ എലിമെൻറ്റ്സ് ആണ്. ആൻഡ് സം എലിമെൻറ്റ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. So this is about the chapter periodic classification and electronic configuration. So നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പോൾ ഗ്യാസിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗ്യാസിന് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഇസ് ടോട്ടൽ വോളിയൂം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ലാർജർ ദാൻ ദ വോളിയൂം ഓഫ് ദ മോളിക്യൂൾസ്. അപ്പോൾ നമുക്ക് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയൂം നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഗ്യാസിന് ഒരു കണ്ടെയ്നറിൽ എടുക്കുന്ന സമയത്ത് ഈ ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും റാപ്പിഡ് മോഷനിലായിരിക്കും. അത് കണ്ടെയ്നേഴ്സിൻ്റെ മോളിക്യൂൾസായിട്ടും കൊളൈഡ് ചെയ്യും, അടുത്തുള്ള ഗ്യാസ് മോളിക്യൂൾസായിട്ടും കൊളൈഡ് ചെയ്യും. ആൻഡ് ദീസ് കൊളിഷൻസ് ആർ ഓൾ ഇലാസ്റ്റിക് കൊളിഷൻസ്. അതായത് there is no loss of energy. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഈ മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസും കണ്ടെയ്നറിൻ്റെ വാൾസുമായിട്ട് ഒരു അട്രാക്ഷനും ഇല്ല. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ഗ്യാസ് ലോസ് ഉള്ളത്. പക്ഷേ ഗ്യാസ് ലോസ് നോക്കുന്നത് നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാറുണ്ട്. ദാറ്റ് ഈസ് വോള്യൂം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ.
എന്താണ് വോളിയൂം? വോളിയൂം എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ്. നമ്മൾ ഗ്യാസ് എവിടെയെങ്കിലും എടുക്കുന്ന സമയത്ത് ആ ഗ്യാസ് എത്രത്തോളം സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടോ അതിനെ നമ്മൾ അതിന് വോളിയൂം എന്ന് വിളിക്കാം. പ്രഷറോ? പ്രഷർ എന്ന് പറയുന്നത് സിംപ്ലി ദ ഫോഴ്സ് ബൈ ഏരിയ. ആൻഡ് ടെമ്പറേച്ചർ ഇസ് സിംപ്ലി നമ്മുടെ കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ. അതിനാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. ഇറ്റ്സ് എ ആവറേജ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ മൂന്നെണ്ണം, അതായത് വോളിയൂം, പ്രഷർ, ടെമ്പറേച്ചർ, ഇത് മൂന്നും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കുറേ ഗ്യാസ് ലോസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ ലോസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ലോ ഇസ് എ ബോയിൽസ് ലോ. ബോയിൽ പറഞ്ഞു ഡെൽറ്റ ടി ഈക്വൽ ടു 0, അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അവിടെ വോളിയൂം ഇസ് പ്രൊപ്പോർഷണൽ ടു 1 by പ്രഷർ. അതായത് വി പി ഇസ് ഈക്വൽ ടു constant. So at constant temperature, volume of a definite mass of gas is inversely proportional to its pressure. അല്ലെങ്കിൽ നമ്മൾ എഴുതുക V is proportional to 1 by P. This implies Vp is a constant. അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് വോളിയൂം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ബോയിൽസ് ലോ എന്ന് വിളിക്കാം. The next law is the Charles law. Charles law എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് വോളിയൂം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് വി ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് അർത്ഥം. അപ്പോൾ വോളിയൂം കൂടുന്ന സമയത്ത് കൂടുതൽ ടെമ്പറേച്ചറും കൂടും. പക്ഷേ ഈ ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കെൽവിൻ സ്കെയിലായിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സെൽഷ്യസ് സ്കെയിലോ ഫാരൻഹീറ്റ് സ്കെയിലോ ആണ് ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കെൽവിൻ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദ നെക്സ്റ്റ് ലോ ഇസ് എ അവഗാദ്രോസ് ലോ. അവഗാദ്രോ ലോ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷർ കണ്ടീഷനിൽ നമ്മുടെ വോളിയൂം ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതാണ് നമ്മുടെ അവഗാദ്രോ ലോ. അവഗാദ്രോ ലോ എന്താണ്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ വോളിയൂം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്മൾ എങ്ങനെയാണ് കുറച്ച് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക? ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര മൈന്യൂട്ട് അല്ലേ. സോ നമുക്ക് ഈ പറയണത് നമുക്ക് റിലേറ്റീവ് അറ്റോമിക് മാസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് അറ്റോമിക് മാസ് ഓഫ് എൻ എലിമെൻറ്റ്? അറ്റോമിക് മാസ് യൂണിറ്റ് ഓഫ് എലിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് 1 by 12 ദ മാസ് ഓഫ് എ കാർബൺ 12 ഐസോട്ടോപ്പ്. ഇതാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് നമ്മളത് ഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ ഒരു 1 gram അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ അത് ഏത് എലിമെൻറ്റിൻ്റെ എടുക്കുകയാണെങ്കിലും അതിലൊക്കെ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആവും അതിലുണ്ടാവും. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് ആയതുകൊണ്ട് സെയിം നമ്പർ ഓഫ് ആറ്റംസ്. സോ 1 gram അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ, ഓക്കെ, ആൻഡ് 1 gram അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ, ഇത് രണ്ടിലും സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആവും ഉണ്ടാവാം. And our number of atoms is equal to 6.022 into 10 raised to 23. ഇതിന് വിളിക്കുന്ന പേരാണ് അവഗാദ്രോസ് നമ്പർ. ഈ 6.022 into 10 raised to 23. അപ്പോൾ ദ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ഈ NA, അതായത് അവഗാദ്രോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ അവഗാദ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള ആ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേര് എന്താണ്? ഇറ്റ് ഈസ് മോൾ. സോ 1 മോൾ അത് ഏത് ആറ്റോ അല്ലെങ്കിൽ ഏത് എലിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏത് മോളിക്യൂളിൻ്റെ ആണെങ്കിലും ഇറ്റ് കണ്ടെയ്ൻസ് NA number of atoms അല്ലെങ്കിൽ molecules. So what is Avogadro number? It is 6.022 into 10 raised to 23 atoms. Number of gram atomic mass നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് മാസ് ഇൻ ഗ്രാംസ് തന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് ഇറ്റ്സ് ഗിവൻ 32 gram oxygen atoms ഉണ്ട് ആൻഡ് you have to find a number of gram atomic mass. So just do 32 divided by atomic mass of oxygen എത്രയാണ്? It is 16. So 32 divided by 16 you get 2. So നമുക്ക് 2 gram atomic mass ഉണ്ട്. So 2 gram atomic mass ആകുമ്പോൾ 2 mole oxygen atom. ഇപ്പോൾ number of gram molecular mass ആണെങ്കിൽ mass in gram, molecular mass grams divided by gram molecular mass. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ് കിട്ടും ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് 12.04 10 raised to 23 ആറ്റംസ് നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? ജസ്റ്റ് ഡു 12.044 ഡിവൈഡഡ് ബൈ ഈ അവഗാദ്രോ നമ്പർ 6.022 10 raised to 23. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും.
സോ ദീസ് ആർ ഡിഫറെൻറ്റ് ഫോർമുല ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയാനുള്ളത് മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡ് ബൈ അവഗാദ്രോ നമ്പർ, ദി സെക്കൻഡ് ഫോർമുല. ആൻഡ് ദ തേർഡ് ഫോർമുല എന്ന് പറയുന്നത് വോള്യൂം അറ്റ് STP ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. ഇത് ലിറ്ററിലാണ്, അത് ഓർത്തിരിക്കുക. ഇത് എങ്ങനെ ഈ ഫോർമുല വരുന്നത് വെച്ചാൽ ഓൾറെഡി അവഗാദ്രോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വോള്യൂം ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പറയണ 1 മോൾ ഏത് ഇപ്പോൾ ഓക്സിജൻ ആയാലും ഹൈഡ്രജൻ ആയാലും അതിലൊക്കെ 6.22 × 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആവും ഉണ്ടാവുക. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസും സെയിം ആണ്. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണെങ്കിൽ വോള്യൂം സെയിം ആവും. സോ സെയിം ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ, അതായത് STP കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന ആ കണ്ടീഷനിൽ സെയിം നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ ആ ഉള്ള ഗ്യാസിനൊക്കെ സെയിം വോള്യൂം ആവും. ആ വോള്യൂമാണ് 22.4 ലിറ്റർ. STP കണ്ടീഷൻ്റെ ഇറ്റ്സ് 273 Kelvin ആൻഡ് 1 atmospheric pressure ആണ് STP കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ ഒരു മോൾ, അത് ഏത് ഗ്യാസിൻ്റെ ആണെങ്കിലും ഇറ്റ് ഈസ് 22.4 ലിറ്റർ ആവും അതിൻ്റെ വോള്യൂം. സോ വാട്ട് ഇസ് മൊളാരിറ്റി? മൊളാരിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ നമ്മളിങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ തന്നിട്ടുണ്ട് m ഗ്രാംസ് നിങ്ങളുടെ അടുത്തുണ്ട്. ആൻഡ് ഈ m ഗ്രാം സൊല്യൂട്ടിൻ്റെ ആക്ച്വൽ മാസ്, മോളാർ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണെങ്കിൽ ഡിവൈഡഡ് ബൈ വോള്യൂം, ഇത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ആൻഡ് ദിസ് ഈസ് ദ വോള്യൂം. സോ n ഡിവൈഡഡ് ബൈ V അഥവാ m ബൈ ദ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ദ വോള്യൂം. ഇതാണ് നമ്മുടെ മൊളാരിറ്റി എന്ന് പറയാനുള്ളത്. അപ്പോൾ 28 ഗ്രാം നൈട്രജൻ, ഓക്കെ, നൈട്രജൻ ഗ്യാസ് 28 ഗ്രാം നൈട്രജൻ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ സെയിം ആസ് 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ. അതേപോലെ തന്നെ 2 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ. ഇവിടെ നമ്മൾ ആറ്റമാണ്, ഇവിടെ മോളിക്യൂളാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ എത്രയാണ്? 28. സോ 28 ഡിവൈഡഡ് ബൈ 28 നമുക്ക് 1 കിട്ടും. പക്ഷേ ഇവിടെയോ 28 ഡിവൈഡഡ് ബൈ 14 ആണ് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 കിട്ടും. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇറ്റ് ഇസ് 6.022 × 10⁻23 കാരണം 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ അവഗാദ്രോ നമ്പർ ആവും ഉണ്ടാവുക. പക്ഷേ 2 ഗ്രാം അറ്റോമിക് മാസ് അല്ലേ, അപ്പോൾ നമ്മൾ എത്ര ആറ്റം ഉണ്ടാവും? 2 × അവഗാദ്രോ നമ്പർ. 1 മോൾ ഓഫ് നൈട്രജൻ മോളിക്യൂൾ ആണെങ്കിലും എത്ര ആറ്റം ഉണ്ട്? 2 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ആണെങ്കിൽ 2 മോൾ നൈട്രജൻ ആറ്റം ആവും ഉണ്ടാവുക. സോ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ് ഈസ് റിയാക്ടിവിറ്റി സീരീസ് ഇൻ ഇലക്ട്രോൺ കെമിസ്ട്രി. അപ്പോൾ ഈ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റി ആണ്. അപ്പോൾ ചില എലിമെൻറ്റ്സ് ആണെങ്കിൽ ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ റിപ്ലേസ് ചെയ്യും, പക്ഷേ ചിലത് റിപ്ലേസ് ചെയ്യില്ല. സോ ഡിപ്പെൻഡിങ് ഓൺ ദ റിയാക്ടിവിറ്റി നമ്മൾ മെറ്റൽസിനെ അതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ്. പക്ഷേ ഈ മെറ്റൽസ് ആണെങ്കിൽ നമുക്കിവിടെ ഹൈഡ്രജൻ ഉണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹൈഡ്രജൻ ഇസ് ടേക്കൺ ആസ് എ റെഫറൻസ്. അപ്പോൾ ഹൈഡ്രജൻ്റെ മുകളിലുള്ള ഇത്രയും മെറ്റൽസൊക്കെ ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ അടിയിലുള്ള ഇത്രയും ഇപ്പോൾ ഈ കോപ്പർ, സിൽവർ, ഗോൾഡ് ഇതൊന്നും ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജനെ റിപ്ലേസ് ചെയ്യുക. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റാണ് നമ്മൾ ഈ പറയുന്ന റിയാക്ടിവിറ്റി സീരീസ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഹയർ റിയാക്ടിവിറ്റി ഉള്ളൊരു മെറ്റൽ ലോവർ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിനെ അതിൻ്റെ സൊല്യൂഷന് ഡിസ്പ്ലേസ് ചെയ്യും. അങ്ങനെ നമ്മൾ പൊതുവെ ചെയ്യാം. സോ ഹയർ റിയാക്ടിവിറ്റി ഉള്ള ഒരു മെറ്റൽ ലോവർ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിനെ അതിൻ്റെ സൊല്യൂഷന് ഡിസ്പ്ലേസ് ചെയ്യും. അതെങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പോൾ സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഇറ്റ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. അപ്പോൾ ഇവിടെ സിങ്കിൻ്റെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ സിങ്ക് ഇസ് ബിക്കമിങ് Zn2+, and copper is becoming copper ion, it's getting reduced to copper. So under oxidation state കുറയുന്ന സമയത്ത് we call this reduced and this is oxidized. നമുക്ക് പറയാൻ പറ്റും ഹയർ റിയാക്ടിവിറ്റിയിലൊരു മെറ്റൽ ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ആൻഡ് ലോവർ റിയാക്ടിവിറ്റിയിലുള്ള മെറ്റൽ അത് റെഡ്യൂസ്ഡ് ആവാണ് ചെയ്യുക. സോ നെക്സ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ഇസ് എ ഗാൽവാനിക് സെൽ. എന്താണ് ഗാൽവാനിക് സെൽ? ഇപ്പോൾ നിങ്ങൾ കണ്ടു ഒരു ഇപ്പോൾ കോപ്പർ പ്ലസ് സിങ്കിൻ്റെ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് നമുക്ക് സിങ്ക് സൾഫേറ്റാണ് കിട്ടുക. സോ അപ്പോൾ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുകയാണ്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നമുക്കൊരു ആ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ അഥവാ ആ റിയാക്ഷൻ നടക്കുന്ന ആ ഒരു സെല്ലിനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ എന്ന് പറയാം. സോ വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് കെമിക്കൽ എനർജി അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം ബൈ മീൻസ് ഓഫ് എ റെഡോക്സ് റിയാക്ഷൻ. റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ റിഡക്ഷനും ഉണ്ട് പ്ലസ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സിങ്ക് സൾഫേറ്റ് ഉണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സിങ്ക് സൾഫേറ്റിൽ
സിങ്ക് മെറ്റൽ ഇലക്ട്രോഡ് ഉണ്ട്, കോപ്പർ സൾഫേറ്റിലാണെങ്കിൽ കോപ്പർ ഇലക്ട്രോഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ സോൾട്ട് ബ്രിഡ്ജ്. ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻവേർട്ടഡ് യു ഷേപ്പ് ട്യൂബാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അഗാർ അങ്ങനെ എന്തെങ്കിലും ജെൽ ആഡ് ചെയ്യും, പ്ലസ് സോൾട്ട് ലൈക്ക് KCl അല്ലെങ്കിൽ KNO3 NH4Cl ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ടു മെയിൻറ്റെയിൻ ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അതേപോലെ തന്നെ ഈ സർക്യൂട്ടിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ. സോ ഈ ഒരു സെല്ലിൽ സിങ്ക് ആണ് ഇവിടെ ആനോഡായിട്ട് ഫങ്ഷൻ ചെയ്യുക, കോപ്പർ ആണെങ്കിൽ ഇറ്റ്സ് എ കാത്തോഡ്. ആനോഡിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ ഇലക്ട്രോഡ് വേ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് കാത്തോഡിലാണ് റിഡക്ഷൻ നടക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ സിങ്ക് സൾഫേറ്റ്, സിങ്ക് ഉണ്ട് ഇവിടെ, സിങ്ക് ഹയർ റിയാക്ടിവിറ്റി ഇല്ല, സോ ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്. സോ ഓക്സിഡേഷൻ നടക്കേണ്ടത് ഇറ്റ്സ് ഓൾവേസ് ഇൻ ആനോഡ്. ആൻഡ് ഇവിടെ കോപ്പർ ലോവർ റിയാക്ടിവിറ്റി, സോ ഇറ്റ് ഗെറ്റ്സ് റെഡ്യൂസ് ആൻഡ് ദിസ് ഇസ് ദ കാത്തോഡ്. അപ്പോൾ ഇവിടെ സിങ്കിൽ നിന്ന് ഇലക്ട്രോൺസ് റിലീസ് ആകും, കാരണം സിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു സിങ്ക് അയോൺ. അപ്പോൾ 2 ഇലക്ട്രോൺസ് റിലീസ് ആവല്ലേ, ഈ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ആൻഡ് ഈ കോപ്പർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇറ്റ് ബിക്കംസ് കോപ്പർ മെറ്റൽ. അപ്പോൾ കോപ്പർ സൾഫേറ്റിലത്തെ കോപ്പർ അയോൺസ് ആക്സെപ്റ്റ്സ് ദി 2 ഇലക്ട്രോൺസ് ആൻഡ് ബിക്കംസ് കോപ്പർ മെറ്റൽ. ആനോഡ് ഇസ് എ നെഗറ്റീവ് ആൻഡ് കാത്തോഡ് ഇസ് എ പോസിറ്റീവ് ഇൻ ഗാൽവാനിക് സെൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറ്റ്സ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ആൻഡ് ദിസ് ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ്. ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവും ആണ്. പക്ഷേ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എങ്ങനെയാണ്? ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക. പക്ഷേ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓർത്തിരിക്കുക, ഇറ്റ്സ് ഫ്രം ഹിയർ ടു ഹിയർ. കാരണം ദിസ് ഇസ് എ കൺവെൻഷണൽ കറണ്ട്. ഇലക്ട്രോൺസ് ഫ്ലോവിൻ്റെ ഓപ്പോസിറ്റ് ആണ് കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡിറക്ഷൻ. സോ ഇലക്ട്രോഡ് വിച്ച് ഓക്സിഡേഷൻ ഓക്കേഴ്സ് അതാണ് ആനോഡ്, ആൻഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ഓക്കേഴ്സ് അത് കാത്തോഡാണ്. ആനോഡിൽ ഒരു നെഗറ്റീവ് ചാർജ് വരിക ആൻഡ് കാത്തോഡ് ഗെറ്റ്സ് എ പോസിറ്റീവ് ചാർജ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് വിളിക്കാം. അത് നടക്കുന്ന ആ ഒരു സെറ്റപ്പിനാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വിളിക്കാം. So what is electrolyte? Electrolyte എന്ന് പറയുന്നത് it's substances which conduct electricity in the molten state or in the aqueous solution. And ഈ electrolyte ആണ് ചില കെമിക്കൽ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ആസിഡ്സ് ഉണ്ട്, ആൽക്കലീസ് ഉണ്ട്, സോൾട്സ് ഉണ്ട്. ഇതൊക്കെ ഇലക്ട്രോലൈറ്റ്സ് ആണ്. അത് മോൾട്ടൺ സൊല്യൂഷൻ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. So process of chemical change taking place in electrolyte by passing electricity അത് നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട 2 എക്സാമ്പിൾസ് ആണ് മോൾട്ടൺ NaCl-ൻ്റെയും അതേപോലെ തന്നെ അക്വസ് NaCl-ൻ്റെയും ഇലക്ട്രോലൈസിസ്. അപ്പോൾ അതിനു മുമ്പ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ഓക്സിഡേഷൻ ആൻഡ് റെഡ്യൂസിങ് ഇലക്ട്രോഡ് ഇൻ ദ ഇലക്ട്രോലൈറ്റിക് സെൽ. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഓക്സിഡേഷൻ അവിടെയും ആനോഡാണ്. പക്ഷേ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ കേസിൽ ആനോഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇവിടെ ഓക്സിഡേഷൻ നടക്കും. കാത്തോഡ് ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ റിഡക്ഷൻ ആവും നടക്കുക. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇത് ഗാൽവാനിക് സെല്ലിൻ്റെ ഓപ്പോസിറ്റ് കേസാണ്, കാരണം ഇവിടെ ആനോഡ് പോസിറ്റീവാണ്. മോൾട്ടൺ NaCl-ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാത്തോഡും ഉണ്ട് ആനോഡും ഉണ്ട്. അപ്പോൾ കാത്തോഡിൽ ഇവിടെ റിലീസ് ആവുന്നത് ഇറ്റ് ഈസ് Na മെറ്റൽ, ഇവിടെ ഡെപ്പോസിറ്റ് ആവും. ആനോഡിലോ ഇറ്റ് ഈസ് ക്ലോറിൻ ഗ്യാസ് ആണ് ഇവിടെ റിലീസ് ആവുക. കാരണം ആനോഡിലേക്ക് പോകുന്നത് എന്താണ്? ആനോഡ് ഇവിടെ പോസിറ്റീവ് അല്ല, അപ്പോൾ ആനിയോൺസ് നെഗറ്റീവ്ലി ചാർജ് അയോൺസ് ആവും ആനോഡിലേക്ക് പോവുക. അപ്പോൾ ക്ലോറിൻ അയോൺസ് NaCl ബിക്കംസ് Na+ and Cl-. അപ്പോൾ Cl- ഇങ്ങോട്ട് പോകും, ക്ലോറിൻ ഗ്യാസ് ആയിട്ട് റിലീസ്ഡ് ആവും. പക്ഷെ നമ്മൾ അക്വസ് NaCl-ൻ്റെ കേസ് എടുക്കണമെങ്കിൽ ഇവിടെ ആനോഡിൽ 2 ചാൻസ് ഉണ്ട്. നമുക്ക് ക്ലോറിനും ഉണ്ടാവും അല്ലെങ്കിൽ OH- ഉണ്ടാവും. കാരണം ഇവിടെ അക്വസ് ആണ്, വാട്ടറും ഉണ്ട്. സോ പക്ഷേ ഇവിടെ ക്ലോറിൻ ആണ് കൂടുതലായിട്ട് ഓക്സിഡൈസ്ഡ് ആവാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ക്ലോറിൻ ബിക്കംസ് ക്ലോറിൻ ഗ്യാസ് ഇസ് റിലീസ്ഡ്. പക്ഷേ കാത്തോഡിലോ വി ഹാവ് സോഡിയം ഉണ്ട്, അതേപോലെ തന്നെ H3O+ ഉണ്ട്. പക്ഷെ ഇവിടെ ഇറ്റ് ഈസ് H2 ഗ്യാസ് ഇസ് റിലീസ്ഡ്, സോഡിയം മെറ്റല്ല ഡെപ്പോസിറ്റ് ആവുക. അപ്പോൾ സൊല്യൂഷനിൽ എന്താ കാണാൻ പറ്റുക? യു ക്യാൻ സി NaOH. സോ ഇതാണ് അക്വസിൻ്റെയും മോൾട്ടൻ്റെയും ഡിഫറൻസ്.
So let's see what's some practical utility of electrolysis. First thing is the production of metals. ഇപ്പോൾ sodium, potassium, calcium, aluminum ഇതൊക്കെ highly reactive ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ റിഫൈൻ അല്ലെങ്കിൽ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുക ഇലക്ട്രോലൈസേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടു ഹൈഡ്രജൻ ക്ലോറിനൊക്കെ റിലീസ് ആണത്. സോ നമുക്ക് ഇങ്ങനെയും നമുക്ക് നോൺ മെറ്റൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ഓഫ് കമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ആൻഡ് നെക്സ്റ്റ് ഇസ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. പ്യുവർ മെറ്റൽസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗോൾഡ്, കോപ്പർ ഇതൊക്കെ ഇങ്ങനത്തെ മെറ്റൽസൊക്കെ നമ്മൾ ഇലക്ട്രോലൈസിസ് യൂസ് ചെയ്തിട്ടാണ് റിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു മെറ്റലിൻ്റെ ഒരു തിൻ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കാം. സോ ഇവിടെ നമുക്ക് ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് കോപ്പറും ഉണ്ട് അയോൺ ബാങ്കിലും ഉണ്ട്. സോ നമ്മൾ ഈ കോപ്പറിനെ അയോണിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ ഇവിടെ കോപ്പറിൽ നമ്മൾ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ള അയോൺ നെഗറ്റീവിലോട്ടും. സോ ഇവിടെ ഏതാണ്? ഇറ്റ്സ് ആനോഡ്, ദിസ് ഇസ് കാത്തോഡ്. സോ കോപ്പർ അയോൺസ്, ഇവിടെ കോപ്പർ അയോൺസ് റിലീസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ദ കാത്തോഡ് ആൻഡ് ദെൻ അത് അയോൺ ബാങ്കിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവും. ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ.